ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടോ, അനാമിക തനിക്ക് ചേർന്ന പെൺകുട്ടിയല്ലാന്ന്, നവ്യയെ പോലെ എടുത്തുചാട്ടക്കാരും കുശുമ്പിയും അഹങ്കാരിയും ഒക്കെയാണ് എന്നുള്ള ആ ഒരു തോന്നൽ തോന്നിയത് കൊണ്ട് തന്നെ അത് ആദർശിനോട് വെട്ടിത്തുറന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ആദർശ് ആ വാക്കുകൾക്ക് വലിയ വില കൊടുക്കുന്നില്ല. ഇപ്പോൾ നവ്യ എങ്ങനെയാണ്, അവൾ മാറിയില്ലേ, അതുപോലെ അനാമികയും നാളെ മാറും എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കാറ്റിൽ പറത്തി ആദർശ് ഒരുപാട് കലാപരിപാടികളുണ്ട്, നീ വാ എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനാമികയെ കുറിച്ചുള്ള ഫുൾ ടെൻഷൻ അനിക്ക് വരികയാണ്. എന്നാൽ നന്ദു എന്തായിരിക്കും ഒഴിഞ്ഞു മാറുന്നത്, നന്ദു ആണ് തനിക്ക് എന്തുകൊണ്ടും ചേർന്ന പെണ്ണ് എന്ന് പലതവണകളായി മനസ്സുകൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണ് അനി. എന്നാൽ ഈ സമയം ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് ജാനകി കേൾക്കാണ്. കാരണം അനാമിക എല്ലാം ജാനകിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. തെറ്റായ കുറേ മെസ്സേജുകൾ കൊടുത്തത് കൊണ്ട് തന്നെ അനാമികയെ വിശ്വാസമാവുകയാണ് ജാനകിക്ക്. ജാനകി ഇനി ഒരു വില്ലത്തി റോളായി മാറുകയാണ് കേട്ടോ. അങ്ങനെ അനാമിക തൻ്റെ മരുമകളായി വരേണ്ടവൾ, എന്തുകൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും പദവി കൊണ്ടും എല്ലാം കൊണ്ടും തൻ്റെ മരുമകളായി വരേണ്ടത് അനാമിക തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ഈ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരല്ല. രണ്ട് മരുമക്കൾ അങ്ങനെയാണ് ദേവയാനി പറയുന്നത്, അതിലൊരു അർത്ഥമുണ്ട് എന്ന് ജാനകിക്കും തോന്നി തുടങ്ങാൻ കേട്ടോ. അങ്ങനെ ഈ സമയം അനിയെ പിന്തുടരുകയാണ്. അപ്പം അനിയാണെങ്കിലോ നന്ദുവിൻ്റെ അടുത്തോട്ട് വീണ്ടും പോകുന്നത് കാണുമ്പോൾ അവിടെ ജാനകിക്ക് പേടി വരികയാണ്. അങ്ങനെ ജാനകി ഓരോന്ന് പറഞ്ഞ് അനിയെ അങ്ങ് വഴുതി മാറ്റാണ്. എന്നാൽ ഈ സമയം നന്ദുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയക്കാതിരുന്ന തൻ്റെ മകൻ്റെ മനസ്സ് പിടിവിട്ടു പോവും. തൻ്റെ മകൻ്റെ മനസ്സ് മുഴുവൻ അനാമികയിലല്ല, നന്ദുവിലാണ്. അതുകൊണ്ട് തന്നെ അവളുമായി സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു വിവാഹം ഉറപ്പിച്ച് വിവാഹ തലേന്ന് എന്ന് പറയുന്നത് പോലെ അവന് അനാമികയുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നു. അത് വേണ്ട, അത് ഇല്ലാതാക്കണം എന്ന് തന്നെ അവിടെ ജാനകിയും ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, മുന്നും പിന്നും നോക്കാതെ ജാനകി നേരെ പോകുന്നത് നന്ദുവിൻ്റെ ത്തോട്ടാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനോട് പറയാണ്, അതെ നീ നിന്റെ വീട്ടിലോട്ട് വേണമെങ്കിൽ പോയിക്കോളൂ. അപ്പോൾ ഉടൻ തന്നെ നന്ദു പറയണേ, ഇല്ല ഞാൻ പോകുന്നില്ല. അതെന്താ നീ പോവാത്തത്? അല്ല, നീ നിന്റെ അച്ഛനും അവിടെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നല്ലേ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒരുപാട് ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അതിലും നല്ലത് ഇവിടെ ഇങ്ങനെ മുറിയിൽ അടച്ചു പൂട്ടി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നീ നിന്റെ അച്ഛനെയും കൂട്ടി വീട്ടിലോട്ട് പോയിക്കോളൂ. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ടെൻഷനൊന്നുമില്ല, പണ്ടൊക്കെ നീ എന്ത് കാര്യവും നന്ദു നീ എൻ്റെ മകനോടാണല്ലോ തുറന്നു പറഞ്ഞിരുന്നത്, ഇപ്പോഴും നിനക്കെന്താ ആ ഒരു മടി? എൻ്റെ മകനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഈ വാക്കുകൾ കേട്ടാൽ നന്ദു ആകെ ഞെട്ടിപ്പോവാണ്. എന്താ ഇവര് ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നു കേട്ടോ. എന്താ നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു? ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? എന്താ നിനക്ക് അനിയോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വല്ല കാര്യവും നിന്റെ മനസ്സിൽ നീ ഒളിപ്പിച്ച് നടക്കുന്നുണ്ടോ? എന്താ എൻ്റെ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നാ നീ പറയുന്നത്? നീയും നിന്റെ ചേച്ചിമാരും ഇവിടെ വന്ന് അന്നേ മുതൽ ഞങ്ങളുടെ ജീവിതം തകർന്നിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 2 മക്കളുടെയും ജീവിതം തകർത്തവരാണ് നിന്റെ 2 ചേച്ചിമാരും. അതുപോലെ നീ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ സ്നേഹം വിവാഹ തലേന്ന് ഇവിടെ വന്നുകൂടി എൻ്റെ മകൻ്റെയും ജീവിതം തകർക്കാം എന്നൊരു ഉദ്ദേശം നിന്നിലുണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങണം. എൻ്റെ മകൻ്റെയും മനസ്സമാധാനം പോവാണ് നിന്നെ കാണുമ്പോൾ. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് അനാമികയുടെ വാക്ക് കേട്ട് ജാനകി അങ്ങ് നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു ആകെ ഞെട്ടിപ്പോവാനിട്ട. ഇതേ സമയം എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കൂടുതലായി ഒന്നും സംസാരിക്കണ്ട, ഇനി നിനക്ക് പോവാം. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ മകൻ്റെ ജീവിതം ഇവിടെ ആദർശിൻ്റെയും എൻ്റെ ഏട്ടത്തി പറഞ്ഞതുപോലെ ആദർശിൻ്റെയും അബിയുടെയും ഒക്കെ ജീവിതം തകർത്തതുപോലെ നീ എൻ്റെ മകൻ്റെ ജീവിതം തകർത്ത് എൻ്റെ മരുമകളെ തട്ടിത്തെറിപ്പിച്ച് നീ ഇവിടെ കയറിപ്പറ്റുക എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത് ഈ ജാനകിയുടെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് എൻ്റെ മകൻ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. ഇനി അവൻ്റെ മനസ്സിൽ ഓരോ കരടിട്ടിട്ട് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഈ ടെൻഷൻ അടിച്ച മുഖം ഇനി ഇവിടെ പാടില്ല. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലോട്ട് പോ എന്നുള്ള ആ വാക്കുകൾ അങ്ങ് പറയാൻ കേട്ടോ. ഇതേ സമയം നന്ദുവിന് എന്ത് പറയണമെന്ന് അറിയില്ല. അങ്ങനെ നിർബന്ധിച്ച് തന്നോട് ഇറങ്ങിപ്പോവാൻ തന്നെ പറയുന്ന ജാനകിയുടെ മുന്നിൽ നന്ദു പോവാനുള്ള തീരുമാനവുമായി നയനക്ക് മുന്നിൽ വരാൻ കേട്ടോ. നയനയാണെങ്കിലോ പണിയിലായിരിക്കും. ഈ സമയം എന്താ മോളെ? ചേച്ചി ഞാനും അച്ഛനും വീട്ടിലോട്ട് പോയാലോ? അതെന്താ മോളെ ഇപ്പോഴൊരു വീട്ടിലോട്ട് പോകണമെന്നൊരു തോന്നൽ? അത് പറ്റിയില്ല, കല്യാണ തലേന്നാണ്. ഇവിടെ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ചോദിക്കും നീ ഈ സമയത്ത് വീട്ടിലോട്ട് പോയാൽ അത് എന്തിനാണ് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? ഉടൻ തന്നെ നന്ദു പറയണ അത് പറ്റില്ല, എന്തോ വലിയ തലവേദന, പിന്നെ ഒന്നാമത് അച്ഛന് സുഖമില്ലാത്തതാ, ഇവിടെ
പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അച്ഛന് കറക്റ്റിന് ഉറങ്ങിയില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നമുണ്ടാവും. പിന്നെ എനിക്കും സുഖമില്ല. അതുകൊണ്ട് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ പോരെ, എന്തിനാ ഇപ്പോഴും ഞങ്ങളെവിടെ നിർത്തുന്നത്? അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നുള്ള തീരുമാനം പറയുമ്പോൾ അവിടെ ഇത്രയും ടെൻഷൻ അടിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നയനയ്ക്ക് പ്രത്യേകിച്ച് ഒരു മറുപടി പറയാനില്ല കേട്ടോ. അങ്ങനെ നയന പറയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോഴേക്കും അവിടെ കനകം വന്നിട്ട് കനകവും പറയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നീ പൊയ്ക്കോളൂ എന്നുള്ള തീരുമാനം കനകവും പറയാനിട്ടാ. ഇതേ സമയം എല്ലാവരും കൂടി മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മുന്നിലോട്ട് വരികയാണ്. ഞാൻ പോവാണ് എന്ന് പറയാൻ ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദവും വരികയാണ്. ഗോവിന്ദന് കാര്യങ്ങൾ അറിയാം, കനകത്തിനും കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെയും തീരുമാനം. കാരണം ഇനി ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാൻ പാടില്ല. കാരണം രണ്ട് മക്കളും ആരോടും സമ്മതമില്ലാതെ ആദർശിൻ്റെയും അബിയുടെയും ജീവിതത്തിൽ കയറിപ്പറ്റൂ എന്നുള്ള കുത്തുവാക്ക് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ആകെ മുഖം കാണുന്നത് ഈ ജാനകിയും ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിയാണ്. ഇനിയൊരു വിവാഹം മുടങ്ങൽ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലും മുഖം തരില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ഇനി അധികം നിൽക്കുന്നില്ല. ഒന്നാമത് ഇവൾക്കും സുഖമില്ല, എനിക്കും സുഖമില്ല. ഉറക്കൊക്കെ ഒഴിച്ച അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്ന് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അതെങ്ങനെ ശരിയാവും? ഇവിടുത്തെ രണ്ട് മരുമക്കളുടെയും അച്ഛനും അനിയത്തിയൊക്കെ പോകുന്നത് അത് ശരിയായ ഏർപ്പാടല്ലല്ലോ, അതിവിടെ നിൽക്കണല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനിയുടെ ആ ഈഗോ പുറത്തു വരാനിട്ടാ. ദേവയാനി പറയാണ്, എന്തിനാണ് ഇവരെയൊക്കെ പോലെയുള്ളവരെ നമ്മുടെ കല്യാണത്തിന് ക്ഷണിക്കുന്നത്? ഇവർക്കൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഇത് ഇവരുടെ നിലക്കും വിലക്ക് യോജിച്ച കല്യാണമല്ലല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത്. അത് കണ്ടു നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. ഇവരൊക്കെ പണമുള്ള വീട്ടിൽ കയറിപ്പറ്റിയവരല്ലേ. അങ്ങനെയുള്ള കല്യാണമല്ലല്ലോ അനാമികയുടെ കല്യാണം. നമ്മുടെ വീട്ടിന് യോജിച്ച നല്ല ലെവലിലുള്ള നല്ലൊരു പെൺകുട്ടിയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. അത് ഇവർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തലവേദനയും കേടുമൊക്കെയാണ്. അവർ പോയെങ്കിൽ പോട്ടെ മുത്തശ്ശി, എന്തിനാ വെറുതെ അവരെ ഇവിടെ നിർത്തുന്നത് എന്ന് അമ്മയോട് പറയാണ് കേട്ടോ. മുത്തശ്ശിയോട് ദേവയാനി പറയാണ്. ഇതേ സമയം ആ വാക്കുകൾ കേൾക്കുമ്പോൾ നയനക്കും നവ്യക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തിക്കും ഇവിടെ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോജിച്ചതിനുള്ള കല്യാണം കൂടാൻ കഴിയാത്തത് കൊണ്ടല്ല, അവർക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ എതിർക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം വീട്ടിലെത്തിയ നന്ദു വല്ലാത്ത ടെൻഷനിലാണ്. അത് കാണുന്ന ഗോവിന്ദന് കാര്യങ്ങൾ പിടികിട്ടാണ്. അങ്ങനെ ഗോവിന്ദൻ പറയാണ്, എന്താ മോളെ നീ പെട്ടെന്ന് അവിടെ നിന്ന് പോരണമെന്ന് പറഞ്ഞത് എന്താണെങ്കിലും കാരണം ഈ അച്ഛനോട് പറ എന്ന് പറയുമ്പോൾ ജാനകിയുടെ ആ വാക്കുകൾ തൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങണിട്ട. തൻ്റെ മകൻ്റെ ജീവിതം തകർക്കാനാണോ, തൻ്റെ മകൻ്റെ വിവാഹം മുടക്കാനാണോ നീ വന്നത് എന്നുള്ള ആ വാക്കുകളുണ്ടല്ലോ, അത് ശരിക്കും നന്ദുവിൽ ഭീതിപ്പെടുത്താണ്. അങ്ങനെ നന്ദു തൻ്റെ അച്ഛനോട് പൊട്ടിക്കരയാണ്. അച്ഛാ, ഞാനൊരിക്കലും ആർക്കും ഒരു തടസ്സമാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത് എന്നുള്ള സത്യം പറയാൻ കേട്ടോ. ഇതേ സമയം അനിക്കാണെങ്കിലോ നന്ദു പോയതിൽ പിന്നീട് ടെൻഷനാവാണ്. നന്ദു എന്തുകൊണ്ട് ഇവിടെ നിന്നും പോയി, ആരെങ്കിലും നന്ദുവിനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന ആ ഒരു ഭയമൊക്കെ വരുമ്പോൾ ജലജയുടെ ഉള്ളിൽ അനിയും നന്ദുവും തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള സത്യം ജലജ മനസ്സിലാക്കിയെടുക്കൂ കേട്ടോ. അങ്ങനെ ആ സത്യം മനസ്സിലാക്കുകയും പിന്നീട് തൻ്റെ മകൻ കുടിക്കാൻ വേണ്ടി മദ്യം കൊടുന്ന് വെച്ചത് അത് അനിയെ കൊണ്ട് തന്നെ നന്ദുവിന് കൊടുപ്പിച്ച് നന്ദുവിനെ കൊണ്ട് എല്ലാ സത്യങ്ങളും, അതായത് അനിയെ ഇഷ്ടമാണെന്ന് അത് കുടിച്ചാൽ നന്ദു പറയുന്ന ആ ഒരു സീനുകളൊക്കെയാണ് കേട്ടോ ഇനി വിവാഹത്തലേന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതോടുകൂടി ജാനകിക്ക് ഇവരെ കാണുന്നത് തന്നെ വെറുപ്പാവും. നയനയെയും നവ്യയെയും ഒക്കെ ഇഷ്ടമില്ലാതാവും. പിന്നീട് നവ്യയും നയനയെയും ദേവയാനി പരിഹസിക്കുന്നത് പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിഞ്ഞു കയറി വന്നവരാണ് എന്നുള്ള ആ ആവർത്തനം ജാനകിയിൽ തുടങ്ങുമ്പോൾ ദേവയാനി ശരിക്കും തൻ്റെ മരുമകളെ മനസ്സിലാക്കുന്ന ആ സീനുകളാണ് കേട്ടോ.